അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ചർച്ചകൾ വരാറുണ്ട്. അവർ അറഫയിൽ നിൽക്കുന്ന സമയത്താണോ നോമ്പ് നോൽക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ദുൽഹിജ 9 ആ ദിവസമാണോ നോൽക്കേണ്ടത് എന്ന ചർച്ച വരാറുണ്ട്. എന്താണ് ഇതിൽ പ്രമാണം? ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അത് വളരെ പുണ്യമുള്ള നോമ്പാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയും ഹജ്ജിൽ പങ്കെടുക്കുന്ന ആ ആളുകളല്ലാത്ത എല്ലാവർക്കും പ്രത്യേകം പുണ്യമായി പഠിപ്പിക്കപ്പെടുകയും ചെയ്ത നോമ്പാണ്. പക്ഷെ അവിടെയും നമ്മുടെ നാട്ടിലെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഫിത്ന എന്ന് പറയാം, എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവും. അറഫയിൽ ആളുകൾ സംഗമിക്കുമ്പോൾ നോമ്പെടുക്കണം. അതുകൊണ്ട് ഒരു ദിവസം നേരത്തെ, നമ്മുടെ ദിവസത്തിനേക്കാൾ ഒരു ദിവസം മുമ്പാണ് അവിടെ നിലാവ് കണ്ടതെങ്കിൽ നമുക്കന്ന് 8 ആയിട്ടുണ്ടാവുള്ളൂ. അവിടെ അറഫാ ദിനമാണ് 9ാമത്തെ ദിവസമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നോമ്പെടുക്കുന്ന രീതി, അത് സത്യം പറഞ്ഞാൽ പ്രമാണങ്ങളെ അവരവരുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ ഈ ആയുസ്സിൽ വളരെ അധികമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമുക്കെന്താ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അറിയാനും അവിടെ എപ്പോഴാണ് അറഫ നൃത്തം അല്ലെങ്കിൽ അതേപോലെ അറഫ ഖുത്ബ നടന്നതൊക്കെ നമുക്ക് ലൈവായിട്ടും അറിയാനൊക്കെ പറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബീങ്ങളും ഇമാമിങ്ങളും ഒക്കെ ജീവിച്ച ഒരു 10-14 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഉണ്ടല്ലോ ഇസ്ലാമിന്. അന്നൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു 10-50 വർഷത്തിൻ്റെ മുമ്പ് വരെയുള്ള ചരിത്രം നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് പോയി കഴിഞ്ഞ് വന്ന് അവർ വിശേഷങ്ങൾ പറയുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഇന്ന ഞായറാഴ്ചയായിരുന്നു പെരുന്നാൾ, നിങ്ങൾക്കോ ഞങ്ങൾക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിരുന്നു, ഇന്ന ദിവസം എന്നൊക്കെ നമ്മൾ ഇവരുടെ കവല സംസാരങ്ങളിൽ നിന്നാണ് ആ ദിവസങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ കാലഘട്ടങ്ങളുടെ പുരോഗതിയും മാറ്റങ്ങൾക്കും അനുസരിച്ച് ദീൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടി പ്രയാസം ഉണ്ടാക്കേണ്ടെന്നൊരാവശ്യമില്ല. അപ്പോൾ എന്നാണോ നമ്മൾ നോമ്പെടുക്കാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടത് നമ്മുടെ 9ാമത്തെ ദിവസം, അതിനാണ് അറഫ ദിവസം എന്ന് പറയാം. കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസത്തിനും ഓരോ സാങ്കേതിക പേരുകളുണ്ട്. യൗമു തർവിയ ദുൽഹിജ്ജ 8ൻ്റെ പേരാണ്. അത് ഹജ്ജിൻ്റെ കർമ്മവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഹജ്ജിലേക്ക് വേണ്ടുന്ന ആ ദിവസങ്ങളിൽ മിനയിലും മറ്റുമൊക്കെ അവർ തമ്പടിച്ച് അവിടെ താമസിക്കുമ്പോൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടി പോകുന്ന ഒരു രീതിയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ വെള്ളം ശേഖരിക്കാൻ പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ലൈവ് വെള്ളം കിട്ടും. എന്നാലും ഹജ്ജിൻ്റെ സാങ്കേതിക ശബ്ദത്തിൽ യൗമു തർവിയ എന്നാണ് ദുൽഹിജ്ജ 8നെ പറയാം. അത് അവിടെയുള്ള ആളുകളാണെങ്കിലും എവിടെയുള്ള ആളുകളാണെങ്കിലും യൗമു തർവിയ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 8ആണ്. ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന് പറയും, അറഫ ദിനം. അറഫയിൽ അന്ന് ഹാജിമാർ സമ്മേളിക്കുന്നത് കൊണ്ടാണ് ആ പേര് വന്നതെങ്കിലും എല്ലാ ഇടങ്ങളിലും ദുൽഹിജ്ജ 9 യൗമു അറഫ എന്ന് പറഞ്ഞതിന് ഈക്വലൻ്റായിട്ട് പറയാൻ പറ്റിയ പേരാണ്. അതേപോലെ തന്നെ യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം, അഥവാ ജമറയിൽ എറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ബലി അറക്കുന്ന ദിവസമാണ് യൗമുൻ നഹർ. ദുൽഹിജ്ജ 10 അന്ന് മറ്റ് നാടുകളിലൊക്കെ പെരുന്നാളാണ്, അവർ പെരുന്നാൾ നിസ്കരിച്ചിട്ട് ബലി ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയ്യാമു തശ്രീഖ് 11, 12, 13. അപ്പോൾ ഇങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെടുത്തി ഓരോ ദിവസങ്ങൾക്കും പറഞ്ഞ ആ പേരുകളുടെ കൂട്ടത്തിൽ ദുൽഹിജ്ജ 9 പറഞ്ഞ പേരാണ് യൗമു അറഫ. സ്വാഭാവികമായും ഹജ്ജിൽ പങ്കെടുത്ത ആളുകൾ നിൽക്കുന്ന ദിവസം എന്നതിൻ്റെ അർത്ഥത്തിലാണ് യൗമു അറഫ എന്ന് ദുൽഹിജ്ജ 9 പറഞ്ഞത്. പക്ഷേ നമ്മൾ ഹജ്ജിന് പോയിട്ടില്ല, നമ്മൾ നാട്ടിലാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് എന്നാണോ നമുക്ക് ദുൽഹിജ്ജ 9 ആകുന്നത് അന്ന് നോമ്പെടുക്കുക എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. മുൻഗാമികളടക്കം തുടർന്ന് വന്ന രീതി അതാണ്. അതേപോലെ പ്രമാണങ്ങളോട് യോജിക്കുന്ന ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. എവിടെയാണോ നമ്മളുള്ളത് അവിടുത്തെ ആ കണക്കും കാഴ്ചയും അനുസരിച്ച് നോക്കുമ്പോൾ കൺഫ്യൂഷനുകളില്ല. നേരെ മറിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ ചില പ്രദേശത്തുകാർക്ക് അപ്രായോഗികമായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും അവരും തമ്മിൽ നോക്കുമ്പോൾ തന്നെ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അറഫയിൽ അവർ നിൽക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ നോമ്പെടുത്ത് തുടങ്ങണം. അറഫയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അസർ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ആ സമയം. വളരെ ഭക്തിയോടുകൂടി എല്ലാവരും ഹാജിമാർ റബ്ബിനോട് ദുആ ചെയ്യുന്ന അഫ്ളലു ദുആ യൗമി അറഫ എന്നൊക്കെ പറഞ്ഞ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഖുത്ബയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിന്ന് ദുആ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഐക്യദാർഢ്യം വിടാണ്. കാരണം എന്താ, മഗ്‌രിബായിട്ടുണ്ട് അവിടെ അസറാകുമ്പോൾ. ഈ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസം എങ്ങനെയാണെങ്കിൽ വേറെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നേരെ 10-12 മണിക്കൂർ അപ്പുറത്തുള്ളവരാണെങ്കിലോ അവർ രാത്രിയാവും. അപ്പോൾ ഈ അനാവശ്യമായ വിവാദങ്ങളിലേക്കും അതേപോലെ ഒരു ഓവർ ഗവേഷണത്തിലേക്കും നമ്മൾ പോകാതെ 1 മുതൽ 9 വരെ 10 നമ്മളെന്നാ ആഘോഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അനുസരിച്ച് പെരുന്നാൾ യൗമു നഹർ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10നാണ്. അത് സൗദിയിലെ 10 നോക്കിയിട്ടല്ല, നമ്മുടെ നാട്ടിലെ 10 നോക്കിയിട്ടാണ്. ഇതിലും പിന്നെ ഒരു വിരോധാഭാസം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8-ാം തീയതി നോമ്പെടുത്തിട്ട് പിന്നെ 9-ാം തീയതി കോട്ടായിട്ട് നടക്കായിരിക്കും. അന്നൊന്നുമില്ല അവർക്ക്. കാരണം പിറ്റേ ദിവസം പെരുന്നാൾ ആക്കണ്ടേ അങ്ങനെയാണെങ്കിൽ. അറഫ നോമ്പെടുത്തതിന് ശേഷം പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കാതെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ളൊരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലോ സഹാബത്തിൻ്റെ രീതിയിലോ കാണുന്നുണ്ടോ? അതില്ല.
അപ്പോൾ ഇങ്ങനത്തെ കുറേ നൂലാമാലകൾ വസ്വാസുകളും ഫിത്തനകളൊക്കെ ഒഴിവാക്കാനും നല്ലത് എന്താണ്, നമ്മുടെ നാട്ടിൽ എന്നാണോ നിലാവ് കണ്ടത് അതനുസരിച്ച് 9ാമത്തെ ദിവസം യൗമു അറഫ ദിവസത്തിൻ്റെ നോമ്പ് നമ്മൾ എടുക്കുക. അതല്ലാതെ അറഫയിൽ എന്നാണോ അവർ നിൽക്കുന്നത് ആ സമയം നോക്കി നോമ്പെടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. യൗമു അറഫ എന്ന പ്രയോഗമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ വിശദീകരണമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ ദിവസത്തിനും ഓരോ കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രത്യേക പേര് നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് 9ാമത്തെ ദിവസത്തിന് യൗമു അറഫ എന്ന് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇനി ഒരു വർഷം ഹജ്ജ് നടന്നില്ല എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ സാങ്കല്പിക ലോകത്ത് പോലും ഇല്ലാത്തൊരിതായിരുന്നു കോവിഡിൻ്റെ സമയം. ജുമുഅകൾ പോലും നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഒരു തവണ ഇനി അറഫ തന്നെ ഉണ്ടായില്ല എന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും നമുക്ക് അറഫ നോമ്പ് ഇല്ലാതാകുന്നുണ്ടോ? അവരവിടെ നിന്നിട്ടില്ല എന്ന് കരുതിയാലും സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു സാങ്കല്പിക ലോകത്തെ ഇജ്തിഹാദാണ്, നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുക. അപ്പോൾ ആ വിവാദങ്ങൾക്കൊന്നും പിന്നാലെ പോകാതെ നമ്മുടെ നാട്ടിലെ എന്നാണോ 9ാമത്തെ ദിവസം അന്ന് നമ്മൾ അറഫ നോമ്പെടുക്കുക, എന്നാണോ 10 അന്ന് പെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി.